നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു വിമാനത്താവളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റൺവേ എന്ന് പറയുന്നത്. ഇവിടേക്ക് ആരെയും കടത്തിവിടാറില്ല, ഗ്രൗണ്ട് സ്റ്റാഫുകളെ അല്ലാതെ. അതും കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഗ്രൗണ്ട് സ്റ്റാഫുകളെ അവിടെ നിന്ന് മാറ്റാറാണ്. അധികം റൺവേയിലേക്ക് അവർ അങ്ങനെ കടത്തിവിടാറും ഇല്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പായുള്ള ആ ഒരു വിമാനം പറന്നുയർന്നതിന് മുമ്പായുള്ള ആ സമയത്ത്, വിമാനം ചലിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് ഒരു വ്യക്തി ആ വിമാനത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ വിമാനത്തിനടുത്തേക്ക് ചാടിക്കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? മറ്റൊന്നുമില്ല, വിമാനം ഇടിച്ചിടും. അതുതാ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നുയരാൻ തുടങ്ങിയ വിമാനം റൺവേയിലേക്ക് അതിക്രമിച്ചു കയറിയ ആളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വെള്ളിയാഴ്ച രാത്രി നടന്ന അപകടത്തിൽ വിമാനത്തിന്റെ എഞ്ചിൻ തീപിടിച്ചെങ്കിലും 224 യാത്രക്കാരും സുരക്ഷിതരായി പുറത്ത് എത്തി. ഫ്രോണ്ടിയർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 4345 ആണ് അപകടത്തിൽപ്പെട്ടത്. റൺവേയുടെ സുരക്ഷാ വേലി ചാടിക്കടന്ന് ഓടിയെത്തിയ വ്യക്തിയെ വിമാനം ഇടിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരാളെ ഇടിച്ചു, എഞ്ചിൻ തീപിടിച്ചിരിക്കുന്നു എന്ന പൈലറ്റിന്റെ പരിഭ്രാന്തി നിറഞ്ഞ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ ഓഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ പൈലറ്റ് ടേക്ക് ഓഫ് ഒഴിവാക്കി വിമാനം റൺവേയിൽ നിർത്തി. അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ ക്യാബിനിൽ പുക നിറഞ്ഞത് യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. ഉടൻ തന്നെ ഡെൻവർ ഫയർ ഡിപ്പാർട്ട്മെന്റ് എത്തി തീ അണയ്ക്കുകയും യാത്രക്കാരെയും 7 ക്രൂ അംഗങ്ങളെയും സുരക്ഷിതമായി തന്നെ പുറത്തിറക്കുകയും ചെയ്തു. വിമാനം പൊട്ടിത്തെറിക്കുമെന്നും താൻ വെന്തുമരിക്കുമെന്നും കരുതിയതായി ജോസ് സെൻവാസ് എന്ന യാത്രക്കാരൻ പ്രതികരിച്ചു. വിമാനത്തിന്റെ വലതുവശത്ത് തീയും പുകയും കണ്ടതോടുകൂടി യാത്രക്കാർ ഭയന്നു വിറച്ചു. 12 യാത്രക്കാർക്ക് ഒഴിപ്പിക്കലിനിടയിൽ നിസാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇതിൽ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിച്ച മനഃപൂർവ്വമാണ് ഒരാൾ റൺവേയിലേക്ക് അതിക്രമിച്ചു കയറിയത് എന്നാണ് ഗതാഗത സെക്രട്ടറി ഷോൺ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയൊരു അത്ഭുതകരമായ സംഭവം തന്നെയാണ്. കാരണം അത്രയും സെക്യൂരിറ്റി മേഖലയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചാടിക്കയറാൻ സാധിക്കുക എന്നുള്ളതാണ് എടുത്ത് ഇവിടെ ചോദിക്കുന്നത്. ഇയാൾ വിമാനത്താവള ജീവനക്കാരൻ പോലും അല്ല. അപ്പോൾ അല്ലാത്തൊരാൾ എങ്ങനെ ഇവിടേക്ക് വന്നു എന്നതാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് റൺവേ അടയ്ക്കുകയും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചയാളെക്കുറിച്ചോ ഇയാളുടെ ഉദ്ദേശത്തെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. മിക്ക യാത്രക്കാരെയും പിന്നീട് മറ്റൊരു വിമാനത്തിൽ ലോസ് ഏഞ്ചൽസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും വളരെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇയാൾ മനഃപൂർവ്വമാണോ അതോ അറിയാതെ അബദ്ധം പറ്റിപ്പോയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനി മനഃപൂർവ്വം ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം തീ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എഞ്ചിന്. തലനാഴിലേക്കാണ് യാത്രക്കാരടക്കമുള്ളവർ രക്ഷപ്പെട്ടതെന്ന് കൂടി ഓർക്കുക. എന്തായാലും ഇത് ഏറെ വേദനയോടുകൂടി നമ്മൾ കേൾക്കണം, അത്ഭുതത്തോടു കൂടി തന്നെയാണ് കാണേണ്ടതും. എന്തായാലും തലനാഴിലേക്ക് വലിയൊരു അപകടം രക്ഷപ്പെട്ടു, പക്ഷെ ഒരാൾ മരിച്ചു എന്നത് വളരെ ദയനീയമായ വാർത്ത തന്നെയാണ്.